ഏകദന്തം മഹാകായം തപ്തകാഞ്ചനസന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ നല്ല രുചികരമായ ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഇവിടെ ഒരു ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി വേണം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1 ഏലക്ക, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞെടുത്തിട്ടുണ്ട്, പിന്നെ ഒരു തക്കാളി വേണം, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ വേണം. ഇത് ഒരു തേങ്ങയുടെ പാല് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒരു 1/4 ടീസ്പൂൺ കടുകും കൂടെ വേണം. അപ്പോൾ നമ്മൾ ആദ്യം ചട്ടി ചൂടാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചേർക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഒരു 2 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏലക്കയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു ഏലക്ക ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാൽ മതി. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് വരണം. അതുവരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ, നമ്മൾ പിഴിഞ്ഞു വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഈ തേങ്ങാപ്പാലൊക്കെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ കറിക്ക് നല്ലൊരു സ്വാദാണ്. തേങ്ങാപ്പാൽ ചേർത്തതിന് ശേഷം നമ്മൾ അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ കറി തയ്യാറായിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ ഇത് നമുക്ക് അപ്പത്തിനൊപ്പം, ഇടിയപ്പം, ചപ്പാത്തി, പൂരി അതിനൊപ്പമൊക്കെ നല്ല കോമ്പിനേഷനാണ്.
അപ്പോൾ എന്തായാലും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ദയവായി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി. താങ്ക് യു.